നമസ്കാരം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് മുംബൈ സിറ്റി FC ISLലെ ആദ്യ മാച്ച് ഇന്നാണ് നടന്നത്. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കളി തുടങ്ങിയ ആദ്യ മിനിറ്റിൽ മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നാണ് നല്ല നീക്കങ്ങൾ ഉണ്ടായത്. പക്ഷേ 8-ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഓൺ ഗോളിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുന്നിലെത്തി. മധ്യനിരയിൽ നിന്നും സുഭാശിഷ് ബോസിലൂടെ പാസ് സ്വീകരിച്ച് ലിസ്റ്റൺ ഇടതുവശത്തൂടെ മുന്നേറി. പെനാൽറ്റി ഏരിയയിൽ കടന്ന് നൽകിയ പാസ് ടിരിയുടെ കാലിൽ തട്ടി ഗോളാകുമായിരുന്നു. അതിനുശേഷം മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നും കാര്യമായ നീക്കമുണ്ടായില്ല. ചാങ്തിയിലൂടെയും ബിബിനിലൂടെയും ഒന്നോ രണ്ടോ ഷൂട്ടല്ലാതെ കാര്യമായ ഒന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെ കളി പുരോഗമിക്കവേ 28-ാം മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കിട്ടിയ കോർണർ, വലത് വശത്തു നിന്നും എടുത്ത കോർണർ ഇടത് മൂലയിൽ കർവ് ചെയ്താണ് വന്നത്. അത് കിട്ടിയത് കമ്മിൻസാണ്. കമ്മിൻസ് അത് സ്റ്റുവർട്ടിൽ പാസ് നൽകി. സ്റ്റുവർട്ട് പെനാൽറ്റി ഏരിയയുടെ തൊട്ട് പുറകുന്ന റോഡ്രിഗസിന് കൊടുത്തു. റോഡ്രിഗസിൻ്റെ ഷൂട്ടിൽ 2-0 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുന്നിലെത്തി. അതിനുശേഷം അവരുടെ മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നും കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അവരുടെ മിഡ്ഫീൽഡേഴ്സിന് കളി നിയന്ത്രിക്കുന്നതിനോ മുന്നേറ്റത്തിൽ ബോൾ എത്തിക്കുന്നതിനേ സാധിച്ചില്ല. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം കോച്ച് 41-ാം മിനിറ്റിൽ തന്നെ ആദ്യ സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തിയത്. അവരുടെ ടോറലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൻസോറോനെ ഇറക്കി. എന്തായാലും കളി 2-0 ഒന്നാം പകുതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവസാനിപ്പിച്ചു. രണ്ടാം പകുതിയിൽ മുംബൈ സിറ്റി FCയുടെ ഭാഗത്ത് നിന്ന് നല്ല നീക്കമുണ്ടായി. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നല്ല ഡിഫൻസിലൂടെ ഇതെല്ലാം തടഞ്ഞിടുകയായിരുന്നു. ഇതിനിടയിൽ 69-ാം മിനിറ്റിൽ കിട്ടിയ മുംബൈ സിറ്റി FC കിട്ടിയ കോർണർ, വലതുവശത്ത് നിന്നും എടുത്ത കോർണർ ടിരി തന്നെ ഗോളാക്കി. ആദ്യ പകുതിയിൽ താൻ ചെയ്ത ഓൺ ഗോളിൻ്റെ പ്രായശ്ചിത്തം ചെയ്തു എന്ന് തന്നെ പറയാം. അതിനുശേഷം മുംബൈ സിറ്റി FCയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു കളി. 62-ാം മിനിറ്റിൽ ജയേഷ് റാണയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മലയാളി താരമായി നൗഫലിനെ ഇറക്കി. നൗഫലും 85-ാം മിനിറ്റിൽ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി നടത്തി. ഇവിടെ ആദ്യ 45-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട മൻസോറോ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് സിറിയൻ താരമായ ക്രോമ ഇറങ്ങി. എന്തായാലും കോച്ചിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ. കളിയുടെ വഴിത്തിരിവായതും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. 85-ാം മിനിറ്റിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം കളി നല്ല രീതിയിൽ അറ്റാക്ക് മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. 90-ാം മിനിറ്റിൽ നൗഫലിൻ്റെ ഇടതുവശത്തു നിന്നുള്ള മുന്നേറ്റം പെനാൽറ്റി സ്പോട്ടിൻ്റെ തൊട്ട് പുറകുന്ന ക്രോമയ്ക്ക് കൊടുത്തു. ക്രോമയുടെ ഷൂട്ടിലൂടെ 2-2 കളി മുംബൈ സിറ്റി FC സമനില പിടിച്ചു. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.